പരിശോധിക്കുകയാണ്. എല്ലാവർക്കും സ്വാഗതം. സർക്കാരിന്റെ ധനപ്രതിസന്ധി മൂലം വലിയ പഴി കേൾക്കേണ്ടി വരുന്ന വകുപ്പാണ് ഭക്ഷ്യവകുപ്പ്. മന്ത്രി GR അനിലിന്റെ ആശങ്കകൾക്ക് കാരണം ഇതാണ്. റേഷൻ കടകളിലും മറ്റ് വിതരണ സ്ഥാപനങ്ങളിലും അവശ്യ സാധനങ്ങൾ എത്തുന്നില്ല. ഭക്ഷ്യവകുപ്പിന്റെ പിടിപ്പ് കേടുകൊണ്ട് മാത്രമാണോ ഇത് സംഭവിക്കുന്നത്? അല്ല, വിതരണക്കാർക്ക് സമയത്ത് പണം നൽകാത്തതുകൊണ്ട് വിതരണം നിലയ്ക്കുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ സപ്ലൈകോ കുറേയേറെ പ്രയാസങ്ങളും പ്രതിസന്ധികൾ നേരിടുന്ന ഒരു ഘട്ടമാണ്. അതുകൊണ്ട് അതിനനുസരിച്ച് ഒരു സമീപനം കൂടുതൽ ഉണ്ടാകണമെന്നുള്ളതാണ് ആവശ്യം. ഞാൻ അത്തരം വിഷയങ്ങൾ ധനകാര്യമന്ത്രിയുമായി ആവശ്യമായ ചർച്ച നടത്തും. പുതിയ സാഹചര്യത്തിൽ കൂടുതൽ ധനസഹായം വേണമെന്നത് മാത്രമല്ല, മുൻ വർഷങ്ങളിൽ കിട്ടാറുള്ളത് പോലും കിട്ടിയില്ലെന്ന വിലയിരുത്തലാണ് പരാതി പറയാൻ ഭക്ഷ്യമന്ത്രിയെ പ്രേരിപ്പിച്ചത്. സർക്കാരിന്റെ പ്രതിച്ഛായ നിലനിർത്താൻ നിരവധി സൗജന്യ സേവനങ്ങൾ നൽകാറുള്ളത് ഭക്ഷ്യവകുപ്പാണ്. പക്ഷേ ഈ പരിഗണനയൊന്നും ബജറ്റിലുണ്ടായില്ല. എപ്പോഴും ഇടതു സർക്കാരുകളുടെ കാലത്ത് ബജറ്റ് പുസ്തകത്തിന്റെ ആദ്യ താളുകളിൽ ഇടം പിടിച്ചിരുന്നതാണ് ഭക്ഷ്യവകുപ്പിനുള്ള വിഹിതം. പക്ഷേ KN ബാലഗോപാലിന്റെ ബജറ്റ് ഇത് അവസാന പേജുകളിൽ കുറഞ്ഞ സ്ഥലത്ത് മാത്രം ഇടം പിടിച്ച പ്രഖ്യാപനമായി പോയി. 700 കോടിയിലധികം രൂപ വിതരണക്കാർക്ക് മാത്രം സപ്ലൈകോ നൽകാനുണ്ട്. ഇത് പരിഹരിക്കാനുള്ള ഒരു നിർദ്ദേശവും ബജറ്റിലുണ്ടായില്ല. അല്ല, ഭക്ഷ്യവകുപ്പിനെന്നല്ല, കേരളത്തില് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മള് കേന്ദ്രത്തെ കുറ്റം പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ മറ്റു വകുപ്പുകളെ കുറ്റം പറഞ്ഞുകൊണ്ടോ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളോഹരി നികുതി കൊടുക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറി. പക്ഷെ കേരളത്തില് വ്യവസായ മേഖലയോ അവിടെ നിന്നോ ഉള്ള വരുമാനം ഒന്നുമില്ല. കേരളത്തിൽ ഈ പറയുന്ന പോലെ നുള്ളിപ്പറക്കി ജനങ്ങളുടെ കയ്യിൽ നിന്ന് മേടിക്കുന്ന നികുതി, പ്രത്യേകിച്ച് എക്സൈസിലും ഭൂനികുതിയിലും മോട്ടോർ വാഹന വകുപ്പിലും ഒക്കെ വാങ്ങിക്കുന്ന നികുതിയാണ് കേരളത്തിന്റെ പ്രധാന വരുമാനം. അപ്പൊ ഉള്ളത് കൊണ്ട് വീതം വെച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അത് ഒരു സർക്കാരിലെ ധനകാര്യമന്ത്രിക്കാണേലും ഒരു വീട് നടത്തുന്ന ഗൃഹനാഥനാണെങ്കിലും ആ ഗൃഹനാഥന് ഇപ്പൊ 3 മക്കളുണ്ടെങ്കിൽ ആ 3 മക്കൾക്ക് ഏതാണ്ട് ഇപ്പൊ ഒരു അംഗവൈകല്യമോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് അല്പം കൂടുതൽ കൊടുക്കാം എന്നുള്ളതല്ലാതെ ഏതാണ്ട് ഒരു നീതിബോധത്തിൽ ഇത് വിതരണം ചെയ്യണം. അപ്പൊ അതിന്റെ പ്രയോറിറ്റി നിശ്ചയിക്കുന്നത് ഏതൊക്കെ മേഖലകളിലാണ്, അത് വിദ്യാഭ്യാസത്തിനാണോ, കൃഷിക്കാണോ, അതുപോലെ തന്നെ ഭക്ഷണത്തിനാണോ, ആരോഗ്യത്തിനാണോ എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ ഇവിടെ ഒരു ക്രൈറ്റീരിയ ഉള്ളത്, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇതിങ്ങനെ നടക്കുന്നതിന് മുമ്പ്, ഈ ബഡ്ജറ്റിന് മുമ്പ്, ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് ധനകാര്യമന്ത്രി ഒരു സെപ്റ്റംബർ മാസം മുതല് കേരളത്തിലെ പ്രധാനപ്പെട്ട ചേംബർ ഓഫ് കൊമേഴ്സ്, വ്യവസായികള്, കർഷക പ്രതിനിധികള്, അങ്ങനെയുള്ള പ്രമുഖരുമായിട്ട് ഒരു ചർച്ച നടത്തും, ഒരു ആശയവിനിമയം. അങ്ങനെ ഒരു ഹോംവർക്ക് ഇപ്രാവശ്യം നടന്നില്ല എന്നുള്ളതാണ് ഈ ബഡ്ജറ്റിന്. ഭക്ഷ്യമന്ത്രിയുടെ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്നാണ് ധനവകുപ്പ് കണക്കുകൾ പുറത്തുവിട്ടത്. 1700 കോടിയോളം രൂപ തന്നെ ഭക്ഷ്യവകുപ്പിന് അനുവദിച്ചിട്ടുണ്ട്. എങ്കിൽ എന്താണ് ഈ വിശദീകരണം? വിലക്കയറ്റം പിടിച്ചു നിർത്താൻ വിപണി ഇടപെടലിന് ഉൾപ്പെടെ സപ്ലൈകോയ്ക്ക് ഒന്നും കിട്ടിയില്ലെന്ന പരാതിയായിരുന്നു ഭക്ഷ്യമന്ത്രിക്ക്. മന്ത്രി പറഞ്ഞത് ശരിയല്ലെന്ന് ധനവകുപ്പ് പറയുന്നു. റേഷൻ സബ്സിഡി ഇനത്തിൽ 938 കോടി, ഇതിൽ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്ക് വില വ്യത്യാസ ഇനത്തിൽ നൽകാൻ 370 കോടി, ARD കമ്മീഷൻ 308 കോടി, ചരക്കുനീക്ക കൈകാര്യ ചെലവിനായി 260 കോടിയും നീക്കിവെച്ചു. 557 കോടി രൂപയാണ് നെല്ല് സംഭരണത്തിന് അനുവദിച്ചത്. സപ്ലൈകോയ്ക്ക് വിപണി ഇടപെടലിന് 205 കോടിയും അനുവദിച്ചു. എന്നാൽ ഇതൊന്നും ധനമന്ത്രിയുടെ ബജറ്റ് പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. സപ്ലൈകോ വിൽപ്പനശാലകളുടെ നവീകരണത്തിന് 10 കോടി രൂപ അനുവദിച്ചത് മാത്രമാണ് മന്ത്രി പറഞ്ഞത്. പുതിയ പദ്ധതി ആയതിനാലാണ് ഇത് പ്രസംഗത്തിൽ ഉൾപ്പെട്ടതെന്നാണ് ധനവകുപ്പിന്റെ വിശദീകരണം. പക്ഷേ ഈ വാദങ്ങളെല്ലാം ഭക്ഷ്യവകുപ്പ് തള്ളുന്നു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സപ്ലൈകോയ്ക്കുള്ള അധിക പരിഗണന എവിടെയെന്നതാണ് ചോദ്യം. ചുരുങ്ങിയ പക്ഷം 500 കോടിയെങ്കിലും സപ്ലൈകോയ്ക്ക് അനുവദിക്കണമായിരുന്നു. പക്ഷേ നൽകിയതാവട്ടെ 200 കോടി മാത്രം. ജീവനക്കാർക്ക് ശമ്പളമില്ല. കോവിഡ് കാലത്ത് സർക്കാരിന് വേണ്ടി സൗജന്യ കിറ്റ് നൽകിയ സ്ഥാപനത്തെ ഇപ്പോൾ കൈവിടുന്നതിൽ ഒരു ന്യായീകരണവുമില്ലെന്ന് ഭക്ഷ്യവകുപ്പ് വാദിക്കുന്നു.
ബജറ്റിൽ തുക അനുവദിച്ചാലും അത് ഭക്ഷ്യവകുപ്പിലേക്ക് കിട്ടാത്ത സ്ഥിതിയുണ്ടോ? ഈ ഘട്ടത്തിൽ ഈ ചോദ്യത്തിന് ഏറെ പ്രസക്തിയുണ്ട്. എന്താണ് വസ്തുത? നമുക്ക് പരിശോധിക്കാം. പലപ്പോഴും ബജറ്റിൽ വമ്പൻ പ്രഖ്യാപനങ്ങൾ നടക്കും. പക്ഷേ ഈ തുകയൊന്നും വകുപ്പുകളിലെത്താറില്ല. സർക്കാരിന്റെ ധനപ്രതിസന്ധി തന്നെയാണ് ഇതിന് കാരണമാവാറ്. ഇതിലേറ്റവും വെല്ലുവിളി നേരിടേണ്ടി വരുന്നത് ഭക്ഷ്യവകുപ്പിനും സിവിൽ സപ്ലൈസിനുമാണ്. 11.5 കോടി കിറ്റാണ് കോവിഡ് കാലത്ത് സപ്ലൈകോ നൽകിയത്. സർക്കാർ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കിയെങ്കിലും സപ്ലൈകോ എന്ന സ്ഥാപനത്തിന്റെ നട്ടലൊടിച്ച തീരുമാനമായിരുന്നു ഇത്. സാധാരണഗതിയിൽ ഈ തുക സർക്കാർ പ്രത്യേക പരിഗണന നൽകി സപ്ലൈകോയ്ക്ക് നൽകണം. പഴയ സർക്കാരിന്റെ തുടർച്ച തന്നെ വീണ്ടും ഉണ്ടായപ്പോൾ ഇത് സ്വാഭാവികമായും സംഭവിക്കേണ്ടതുമായിരുന്നു. പക്ഷേ തുക നൽകിയില്ല. സർക്കാർ ഏതാണ്ട് ഒരു സൗജന്യം ചെയ്തു എന്നുള്ള ധാരണയിൽ ആ കിറ്റ് മേടിച്ചുകൊണ്ട് പോയി രണ്ടാമതും പിണറായി വിജയനെ അധികാരത്തിൽ ഏറ്റാൻ ഒരു ഗുണം കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ കിറ്റ് കൊണ്ടുണ്ടായത് ഞാൻ കാണുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷം വിപണി ഇടപെടലിനായി സപ്ലൈകോയ്ക്ക് അനുവദിച്ച തുക 190.80 കോടിയാണ്. പക്ഷേ നിയമസഭാ രേഖകളിൽ ഈ തുക സപ്ലൈകോയ്ക്ക് നൽകിയിട്ടുണ്ടെന്ന് പറയുന്നു. ഇതിനപ്പുറത്തേക്ക് കൂടുതൽ പരിഗണന എന്തുകൊണ്ട് ഭക്ഷ്യവകുപ്പിന് ലഭിക്കുന്നില്ല? ഇടതുമുന്നണി സർക്കാരുകളിൽ CPI ഭരിക്കുന്ന വകുപ്പാണ് ഭക്ഷ്യവകുപ്പ്. ഭക്ഷ്യവകുപ്പിനെ CPM പരിഗണിക്കുന്നില്ലെന്ന പരാതി CPI നേതൃത്വത്തിന് നേരത്തെ തന്നെയുണ്ട്. പൊതുജനങ്ങളിൽ നിന്ന് ഭക്ഷ്യവകുപ്പ് വിമർശനങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ മുന്നണി നേതൃത്വം കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്ന പരാതിയുമുണ്ട്. ബജറ്റ് നീക്കിയിരിപ്പുമായി ബന്ധപ്പെട്ട വിവാദം രൂക്ഷമായതോടെ ഇത് ഭരണപ്രതിസന്ധി ഉണ്ടാക്കാതിരിക്കാനുള്ള മുൻകരുതലിലാണ് ഇപ്പോൾ മുന്നണി നേതൃത്വം. ഇല്ല, ഒരഭിപ്രായ വ്യത്യാസമില്ല. അവർക്ക് ഒരഭിപ്രായ വ്യത്യാസമില്ലെന്ന് അവരെന്നെ പറഞ്ഞു. കണ്ടോട്ടെ, കാണാൻ ഒരേ മന്ത്രിസഭയിൽ നിൽക്കുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ വലിയ പ്രയാസമുണ്ടോ? ഒരു പ്രതിഷേധമില്ല, ഒരാൾക്കും ഒരു പ്രതിഷേധവുമില്ല. ഇനി എന്തെങ്കിലും രീതിയിൽ അവർ സ്വാഭാവികമായിട്ടും അവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, മന്ത്രിസഭയുണ്ട്. അതിനടിസ്ഥാനപ്പെടുത്തി ചർച്ച ഇനി വരാൻ പോകുന്ന ഒക്കെ പറഞ്ഞു. ഇല്ലില്ല, ഒരാൾക്കും അതിർത്തി ഇല്ല എന്ന് അവരെന്നെ പറഞ്ഞല്ലോ. ജീവിതത്തിന്റെ രാഹുൽ ഗാന്ധി ഇമേജ് പ്രധാനമന്ത്രിയായിട്ട് അദ്ദേഹത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ പര്യാപ്തമാണ് നരേന്ദ്രമോദി മറികടന്ന്. അദ്ദേഹം അടുത്ത ഈ ഭാവി പ്രധാനമന്ത്രി എന്ന് എല്ലാ തവണയും അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നതാണ്. അതിനപ്പുറത്തേക്ക് ഒരു പ്രധാനമന്ത്രിയായിട്ട് രാഹുൽ ഗാന്ധി അടുത്ത തെരഞ്ഞെടുപ്പിൽ മാറുമോ? മാറേണ്ട ആവശ്യമില്ലല്ലോ, ആണല്ലോ. അദ്ദേഹത്തിന് എന്താ കുറവ്? അദ്ദേഹത്തിന് എന്താണ്? അദ്ദേഹത്തിൻ്റെ യുവത്വം, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്, അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ എടുത്തു നോക്കിയാലും ഇടപെടലുകൾ എടുത്തു നോക്കിയാലും പാർലമെന്റിൽ ലോക്സഭയിലാകട്ടെ പുറത്താകട്ടെ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ, ഇന്ത്യയുടെ രാഷ്ട്രീയം, ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി, ഇതിനെക്കുറിച്ചൊക്കെ രാഹുലിന് കാഴ്ചപ്പാടുണ്ട്. പിന്നെ അദ്ദേഹം സക്രിയനാണ്, പ്രോ ആക്റ്റീവാണ്. അദ്ദേഹം ഇടപെടുന്നു, പ്രവർത്തിക്കുന്നു, ജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് എടുത്തു ചാടുന്നു. അദ്ദേഹം അതൊന്നും അകന്ന് നടക്കുന്നില്ലല്ലോ. ഈ അടുത്ത തവണ അദ്ദേഹം വയനാടിനെ മത്സരിക്കുകയാണെങ്കിൽ എങ്ങനെ ഗുണം ചെയ്യും അത്? തീർച്ചയായിട്ടും അദ്ദേഹം മത്സരിച്ചാൽ ഗുണം ചെയ്യുമല്ലോ. അദ്ദേഹം രാഹുലിൻ്റെ സാന്നിധ്യം തന്നെ വളരെ പോസിറ്റീവാണ്. അത് ഇന്ത്യ സഖ്യത്തിന് മാത്രമല്ല, ജനങ്ങൾക്ക് പോസിറ്റീവാണ്. അനുമോദം ആലോചിച്ച് നോക്കുക, അദ്ദേഹം ചെല്ലുന്നിടത്തൊക്കെ ജനങ്ങൾ ഇങ്ങനെ തടിച്ചു കൂടുന്നു. അവർ ആബാലവൃദ്ധൻ ജനങ്ങൾ ഒഴുകി വരുന്നു. കുട്ടികളുണ്ട്, മുതിർന്നവരുണ്ട്, വൃദ്ധരുണ്ട്, കർഷകരുണ്ട്, തൊഴിലാളികളുണ്ട്, വിദ്യാർത്ഥികളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഇന്ത്യയുടെ ബഹുസ്വര ചിത്രം, ഒരു വിഭാഗീയത ഇല്ലാതെ എല്ലാവരും ചേർന്ന് വരില്ലേ? അല്ല, മോദി വരുമ്പോഴും വരാറുണ്ട് അത്രയാൾക്ക്. അത് ഈ മാതിരിയുള്ള ഒരു ജനങ്ങൾക്കിടയിലൂടെ നടന്നിട്ടുള്ളത് എവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്? അതൊന്നുമില്ല, അതും വലിയ താരതമ്യമില്ല. അങ്ങനെ ഇറങ്ങി നടന്നിട്ടുമില്ല. ഇത് വേറെ തന്നെയാണ്. അദ്ദേഹം ജനങ്ങൾക്കിടയിലൂടെ നടന്നു പോവല്ലേ. അദ്ദേഹത്തെ കാണുമ്പോഴേക്ക് ജനങ്ങൾ കരയുന്നു, ആശ്ലേഷിക്കുന്നു. അവരിലൊരാളായിട്ട് കാണുന്നതുകൊണ്ടായിരിക്കും. അവരിലൊരാളായിട്ട് കാണുന്നു. അത് ഇന്ത്യയുടെ ഒരു വലിയ പ്രത്യാശയുടെ ഒരു ഉദയ നക്ഷത്രം തന്നെയാണ്. ഞാൻ ഈ മണ്ഡലത്തിലേക്ക് വരുന്ന ഒരു ചോദ്യം കൂടി ചോദിച്ച് ഈ വിഷയം അവസാനിപ്പിക്കുക. അപ്പോൾ ദേശീയ മുസ്ലിം എന്ന തരത്തിലുള്ള പല ഡോക്ടർ വന്ദന കൊല്ലപ്പെട്ടതിൽ സംശയങ്ങളുണ്ടെന്ന പിതാവ് മോഹൻദാസ്. അതുകൊണ്ടാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ടത്. എന്തുകൊണ്ടാണ് സർക്കാർ എതിർക്കുന്നതെന്ന് ഡോക്ടർ വന്ദന കൊല്ലപ്പെട്ടതിൽ സംശയങ്ങളുണ്ടെന്ന പിതാവ് മോഹൻദാസ്. അതുകൊണ്ടാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ടത്.
എന്തുകൊണ്ടാണ് സർക്കാർ എതിർക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഡിവിഷൻ ബെഞ്ചിൽ തന്നെ അപ്പീൽ നൽകും. എന്തിനാണ് സർക്കാർ എതിർക്കുന്നതെന്ന് കോടതി തന്നെ ഓപ്പൺ കോർട്ടിൽ ചോദിച്ചിട്ടുണ്ടെന്നും മോഹൻദാസ്. കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ കർണാടക സർക്കാരിന്റെ ഡൽഹി സമരം അല്പസമയത്തിനകം. ജന്തർ മന്ദറിൽ നടത്തുന്ന സമരത്തിൽ കോൺഗ്രസ് ദേശീയ നേതാക്കളും സംസ്ഥാന മന്ത്രിമാരും കോൺഗ്രസ് എംഎൽഎമാരും പങ്കെടുക്കും. സംസ്ഥാനത്തിന് അർഹതപ്പെട്ട സാമ്പത്തിക വിഹിതം നൽകാതെ കേന്ദ്രം അനീതി കാണിക്കുന്നുവെന്ന ആരോപണം. ജന്തർ മന്ദറിൽ കേരള സർക്കാരിന്റെ സമരം നാളെ. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും ഡൽഹിയിൽ. കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നുവെന്ന ആരോപണം. സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ, ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാൻ എന്നിവർ പങ്കെടുക്കും. ഗവർണറുടെ വാഹനവ്യൂഹത്തിലേക്ക് CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനന്റെ മകൻ ജൂലിയസ് നികിദാസ് കാറിടിച്ചു കയറ്റിയത് അബദ്ധത്തിലെന്ന് പോലീസ്. ഗവർണറുടെ വാഹനം കടന്നുപോയ ശേഷം ജൂലിയസ് ഓടിച്ചിരുന്ന വാഹനം പോലീസ് വിശദമായി പരിശോധിച്ചു. ദുരൂഹമായോ അസ്വാഭാവികമായോ ഒന്നും കണ്ടെത്താനായില്ലെന്നും തുടർന്നാണ് പിഴ ചുമത്തി വിട്ടയച്ചതെന്നും പോലീസ്. സപ്ലൈകോയ്ക്ക് അധിക തുക വകയിരുത്തിയില്ലെന്ന മന്ത്രി GR അനിലിന്റെ ആരോപണങ്ങൾ തെറ്റെന്ന് തെളിയിക്കുന്ന കണക്കുകൾ പുറത്ത്. പല വിഭാഗങ്ങളിലായി സപ്ലൈകോയ്ക്ക് അനുവദിച്ചത് 1731.3 കോടി രൂപ. റേഷൻ സബ്സിഡിക്കായി അനുവദിച്ചത് 938.8 കോടി. വിൽപ്പനശാലകളുടെ നവീകരണത്തിനുള്ള തുക മാത്രമാണ് പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയത്. മറ്റുള്ളവയെല്ലാം ബജറ്റിൽ നൽകിയിട്ടുള്ളത് പ്രത്യേക ഹെഡുകളായി. കേരളത്തിൽ ചാവേർ ആക്രമണം നടത്താൻ പദ്ധതിയിട്ട കേസിൽ കൊച്ചിയിലെ NIA കോടതി വിധി ഇന്ന്. കേസിലെ ഏക പ്രതി പാലക്കാട് സ്വദേശി റിയാസ് അബൂബക്കർ. ചാവേർ ആക്രമണം നടത്താൻ സ്ഫോടക വസ്തുക്കൾ ശേഖരിക്കുന്നതിനിടയിൽ റിയാസ് പിടിയിലാകുന്നത് 2019. NCPയിലെ പുതിയ പ്രതിസന്ധിക്കിടെ സമ്മർദ്ദ തന്ത്രവുമായി തോമസ് കെ തോമസ്. AK ശശീന്ദ്രനെ മാറ്റി തന്നെ മന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് തോമസ് കെ തോമസ് ശരത് പവാറിനെ കാണും. മന്ത്രിസ്ഥാനം ലഭിച്ചില്ലെങ്കിൽ അജിത് പവാർ പക്ഷത്തേക്ക് മാറുമെന്ന മുന്നറിയിപ്പ് നൽകാൻ നീക്കം. വയനാട് പുൽപ്പള്ളിയിൽ വീണ്ടും കടുവയുടെ ആക്രമണം. സുരഭിക്കവലയിൽ ആടിനെ കൊന്നു. പാലമറ്റം സുനിലിന്റെ വീട്ടിലെ ആടിനെയാണ് കൊന്നത്. ഇടുക്കി പൂപ്പാറയിലെ കയ്യേറ്റത്തിൽ റവന്യൂ വകുപ്പിന്റെ നടപടി. പന്നിയാർപ്പുഴയും റോഡ് പുറമ്പോക്കുമടക്കം 56 കയ്യേറ്റങ്ങളാണ് ഒഴിപ്പിക്കുന്നത്. ഒഴിപ്പിക്കൽ നടപടിയുടെ ഭാഗമായി പൂപ്പാറ ടൗണിൽ നിരോധനാജ്ഞ. കൊച്ചിയിലെ PF ഓഫീസിൽ വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചയാൾ മരിച്ചു. മരിച്ചത് തൃശൂർ പേരാമ്പ്ര സ്വദേശി ശിവരാമൻ. PF ലഭിക്കാത്തതിൽ മനം നൊന്ത് ഇന്നലെയാണ് ശിവരാമൻ വിഷം കഴിച്ചത്. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. അപ്പോളോ ടയേഴ്സിലെ ജീവനക്കാരനായിരുന്നു അദ്ദേഹം. 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ ഒരാൾ അറസ്റ്റിൽ. പിടിയിലായത് വണ്ടിപ്പെരിയാർ തങ്കമല സ്വദേശി ജോൺ ഗണേശൻ. കേസിനിടയാക്കിയ സംഭവം നടന്നത് ഡിസംബർ 24-ന്. പ്രതിയെ പീരുമേട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പാലക്കാട് കാട്ടാന നെൽവയലിൽ ഇറങ്ങി വ്യാപക കൃഷിനാശം. കേരളത്തിന്റെ പൊതുവിതരണ ശൃംഖല എക്കാലത്തും എല്ലാവർക്കും മാതൃകയായിരുന്നു. സുസജ്ജമായ ഈ സംവിധാനം ഭക്ഷ്യക്ഷാമം ഉണ്ടാക്കാതെ അവശ്യ സാധനങ്ങളുടെ വില വർധനവ് നിയന്ത്രിച്ച് നമുക്ക് കരുതലൊരുക്കി. ഈ വിവാദങ്ങൾക്കിടയിലും അറിയേണ്ടതാണ് എന്താണ് നമ്മുടെ പൊതുവിതരണ സംവിധാനം. കേരളത്തിലെ 30 ദശലക്ഷം ജനങ്ങൾക്കുള്ള ഗേറ്റ് വേ ആണ് സപ്ലൈകോ എന്നറിയപ്പെടുന്ന കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ. ജീവിതത്തിന് അവശ്യവസ്തുക്കൾ വിതരണം ചെയ്തും ഗ്രാമീണ ദരിദ്രരോടും നഗരങ്ങളിലേക്കും ഇവ എത്തിച്ചുകൊണ്ടും ആവശ്യമായ ഭക്ഷ്യസുരക്ഷ ഈ സ്ഥാപനം ഉറപ്പാക്കുന്നു. 1974-ൽ 15 കോടിയുടെ അംഗീകൃത മൂലധനമുള്ള ഒരു പൂർണ്ണ സർക്കാർ ഉടമസ്ഥതയിലുള്ള കമ്പനിയായി നിലവിൽ വന്നു. അവശ്യ സാധനങ്ങളുടെ വിപണി വില കൃത്യമായി നിയന്ത്രിക്കുക എന്ന പരിമിതമായ കാര്യങ്ങൾ നിറവേറ്റിക്കൊണ്ടായിരുന്നു തുടക്കം. ഏതാണ്ട് 3 പതിറ്റാണ്ടായി സപ്ലൈകോയുടെ വളർച്ച അവിശ്വസനീയമായിരുന്നു. മാവേലി സ്റ്റോറുകൾ, മൊബൈൽ മാവേലി സ്റ്റോറുകൾ, സൂപ്പർ മാർക്കറ്റുകൾ, പീപ്പിൾ ബസാറുകൾ, ഹൈപ്പർ മാർക്കറ്റുകൾ, സബർബൻ മാളുകൾ, മെഡിക്കൽ സ്റ്റോറുകൾ, പെട്രോൾ ബങ്ക്, LPG ഔട്ട്ലെറ്റുകൾ, മണ്ണെണ്ണ സംഭരണ കേന്ദ്രങ്ങൾ, ഇങ്ങനെ വിവിധ മേഖലകളിൽ കൈവച്ചുകൊണ്ടായിരുന്നു പടിപടിയായുള്ള സപ്ലൈകോയുടെ പ്രവർത്തനങ്ങൾ. 1997-ൽ
ശബരി ശ്രേണിയിലുള്ള കറിപ്പൊടികൾ അവതരിപ്പിച്ചുകൊണ്ട് സപ്ലൈകോ ബ്രാൻഡഡ് കറിപ്പൊടി വിപണിയിൽ പ്രവേശിച്ചു. ശബരി ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് ഒരു പ്രത്യേക രുചി നൽകുന്നതിനായി യഥാർത്ഥ ഇന്ത്യൻ സുഗന്ധവ്യഞ്ജനങ്ങൾ ആവശ്യമായ അനുപാതത്തിൽ കലർത്തിയിരുന്നു. നെൽകർഷകർ ദുരിതത്തിൽപ്പെട്ടപ്പോഴും ആ ദൗത്യം ഏറ്റെടുത്തത് സപ്ലൈകോ എന്ന സ്ഥാപനമാണ്. പക്ഷേ പിന്നീടങ്ങോട്ട് വെല്ലുവിളികളുടെ നാളുകളായിരുന്നു. 2014 നിശ്ചയിച്ച നിരക്കിലാണ് ഇപ്പോഴും സപ്ലൈകോയിൽ സാധനങ്ങൾ വിതരണം ചെയ്യുന്നത്. സർക്കാരുകളുടെ രാഷ്ട്രീയ തീരുമാനത്തിന് വഴങ്ങിക്കൊടുക്കുന്നത് മൂലം വിലവർദ്ധനവിന് കഴിഞ്ഞില്ല. ഇതുമൂലം എല്ലാ ഉത്തരവാദിത്വവും സാമ്പത്തിക ബാധ്യതയും ഈ സ്ഥാപനത്തിന് തന്നെ പേറേണ്ടി വരുന്നു. കോവിഡ് കാലത്ത് സർക്കാരിന്റെ മുഖമുദ്രയായി നിലനിന്ന സ്ഥാപനമാണ് സപ്ലൈകോ. കോവിഡ് കാലത്തെ സൗജന്യ കിറ്റ് വിതരണം വിജയകരമായി ഈ സ്ഥാപനം നടപ്പിലാക്കി. പക്ഷേ ഇതിന്റെ സാമ്പത്തിക ബാധ്യത ഇപ്പോഴും ഈ സ്ഥാപനത്തിന് തലവേദനയായിരിക്കുന്നു. പിന്നീടുണ്ടായ ബജറ്റുകളിലൊന്നും ഇതിന് ആവശ്യമായ നീക്കിയിരിപ്പ് ഈ സ്ഥാപനത്തിന് നൽകിയില്ല. ഇടതു സർക്കാരിന്റെ കാലത്തും ഈ അവഗണന കൃത്യമായി നടന്നു എന്നതാണ് യാഥാർത്ഥ്യം. ജീവനക്കാർക്ക് ശമ്പളം പോലും കൊടുക്കാൻ കഴിയാത്ത ദുരവസ്ഥയിലേക്കാണ് ഇപ്പോൾ സ്ഥാപനം നീങ്ങുന്നത്. കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ, അതായത് സപ്ലൈകോ, പൊതുവിതരണ രംഗത്തെ തന്ത്രപ്രധാനമായ ഈ സ്ഥാപനം ഇന്ന് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ജീവനക്കാർക്ക് ശമ്പളമില്ലെന്നു മാത്രമല്ല, സബ്സിഡി നിരക്കുള്ള അവശ്യ സാധനങ്ങളൊന്നും ഇപ്പോൾ സപ്ലൈകോ ഷോപ്പുകളിൽ എത്തുന്നില്ല. എങ്ങനെയാണ് ഈ അവസ്ഥയുണ്ടായത്? എത്ര സബ്സിഡി ഇനങ്ങളാണ് ശരിക്കും നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? നമ്മൾ 13 ഐറ്റമാണ് നിലവിൽ അതിലുള്ളത്. അതിൽ ചെറുപയർ മാത്രമേ ഉള്ളൂ, ബാക്കി ഒന്നുമില്ല. ഈ അരിയും പഞ്ചസാരയും ഉൾപ്പെടെ എത്ര നാളായി ഇങ്ങനെ കിട്ടാത്ത ഒരു ദൗർലഭ്യം വന്നിട്ട്? നമുക്ക് ഇപ്പൊ ഈ കഴിഞ്ഞ മാസം ഉണ്ടായിരുന്നു. കഴിഞ്ഞ മാസം കുറച്ച് സാധനമൊക്കെ വന്നായിരുന്നു. പിന്നെ ഇപ്പൊ ഓണം കഴിഞ്ഞിട്ട് പിന്നെ വളരെ കുറവാണ് സാധനങ്ങളൊക്കെ വരുന്നത്. അത് എന്താണ് അതിന്റെ കാരണമെന്നാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? കാരണം സാമ്പത്തിക പ്രശ്നമാണ്. കാരണം ഈ സപ്ലൈസിനൊക്കെ ക്യാഷ് കൊടുക്കാറുണ്ട്, അതുകൊണ്ട് അത് സപ്ലൈ ചെയ്യുന്നില്ല എന്നാണ് അറിയുന്നത്. ഈ പ്രതിസന്ധി മറ്റ് സ്ഥലങ്ങളിലും ഉണ്ടോ? ഔട്ട്ലെറ്റ് എല്ലാ സപ്ലൈകോയിലും ഉണ്ട്. സെക്രട്ടേറിയറ്റിന് വെളിപ്പാടകലെയുള്ള സപ്ലൈകോ ഔട്ട്ലെറ്റ് മാനേജറുടെ പ്രതികരണമാണിത്. തങ്ങളുടെ ദുരവസ്ഥ ജീവനക്കാരുടെ വാക്കുകളിൽ വ്യക്തമാണ്. സബ്സിഡി സാധനങ്ങളിൽ ഒരെണ്ണം മാത്രമാണ് ഷോപ്പിലുള്ളത്. നാളുകളായി ഇത് തന്നെയാണ് അവസ്ഥ. 702 കോടി രൂപ കൊടുക്കാനുള്ളപ്പോൾ വിതരണക്കാർ സപ്ലൈകോയ്ക്ക് ഉൽപ്പന്നങ്ങൾ നൽകുമെന്ന് ചിന്തിക്കാൻ പോലും ആവില്ലല്ലോ. CPIയുടെ മുൻമന്ത്രിയായിരുന്ന ചന്ദ്രശേഖർ നായരാണ് ഈ മാവേലി സ്റ്റോർ എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവന്നത്. പക്ഷെ അദ്ദേഹം വലിയ ഭാവനയോടുകൂടിയാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പോലും ഇപ്പൊ ഉരുളക്കിഴങ്ങ് ഉൽപ്പാദിപ്പിക്കുന്നു, സവാള ഉൽപ്പാദിപ്പിക്കുന്നു, അല്ലെങ്കിൽ വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോയി അവിടെ കർഷകരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുക. അങ്ങനെ നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് മാർക്കറ്റ് വിലയേക്കാൾ വളരെ താത്തിക്കൊടുത്തുകൊണ്ടിരുന്നു. ഇന്നിപ്പം നമ്മുടെ ഉദ്യോഗസ്ഥന്മാര്, രാഷ്ട്രീയ നേതൃത്വം ഒക്കെ മടി കാണിക്കുന്നത് കൊണ്ട് ഇവിടെ തന്നെ ടെൻഡർ ചെയ്യുന്നു, ഇവിടുത്തെ വിതരണക്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നു, എന്നിട്ട് പൊതുഖജനാവിൽ നിന്ന് പണം എടുത്തു കൊടുക്കുന്നു. അങ്ങനെ ഇതെന്റെ ഇടത്തെ പോക്കറ്റിൽ നിന്ന് പണം എടുത്ത് വലത്തെ പോക്കറ്റിലോട്ട് ഇടുന്നത് പോലെയല്ലേ? അപ്പൊ അങ്ങനെ കൊടുക്കുന്നതിനകത്ത് അർത്ഥമില്ല. സത്യത്തിൽ ഈ നിലയിലാണെങ്കിൽ മാവേലി സ്റ്റോറുകൾ വേണ്ട എന്ന് ഞാൻ പറയും. എന്താണെന്ന് വെച്ചാൽ ഈ മാവേലി സ്റ്റോറിന്റെ വലിയ ആ ഒരു സംവിധാനം നടത്താനുള്ള ശമ്പളത്തിൻ്റെത്, വാടക, അവിടുത്തെ വൈദ്യുതി, അതിന് പകരം ആ പണം കൂടെ അർഹരായ ആളുകൾക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി അവർക്ക് ഇത് വാങ്ങിക്കുകയും ആളുകൾക്ക് അതനുസരിച്ച് മാർക്കറ്റിൽ പോയി വാങ്ങുകയും ചെയ്യാം. സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാതെ ഈ അവസ്ഥയ്ക്ക് ഉടനൊന്നും മാറ്റമുണ്ടാവില്ല. കേന്ദ്രവിഹിതത്തിൽ വലിയ വെട്ടിക്കുറവ് വരുത്തിയതും സപ്ലൈകോ എന്ന സ്ഥാപനത്തെ ബാധിച്ചു. ശബരി കറി പൗഡർ അടക്കമുള്ള സ്വന്തം പ്രോഡക്റ്റുകൾ സപ്ലൈകോയ്ക്കുണ്ട്. പക്ഷേ ഇത് വിറ്റ് ലാഭമുണ്ടാക്കാവുന്ന പ്രൊഫഷണൽ സമീപനത്തിലേക്ക് എത്താനും ഈ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടില്ല. ഈ അവസ്ഥ തുടർന്നാൽ സബ്സിഡി സാധനങ്ങൾ ഉടനൊന്നും കടകളിലെത്തില്ല. സബ്സിഡി ഇനത്തിലുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി എത്തിയതാണോ? എന്താണ് ഇവര് പറയുന്നത്? അരിയൊക്കെ അരിയില്ലെന്ന് തോന്നുന്നു. കുറെ നാളായിട്ട് ഇങ്ങനെയാണോ സ്ഥിതി? അതോ 6 മാസമായിട്ട് ഇവിടെ തന്നെയാണ് സാധനങ്ങൾ വാങ്ങാൻ സാധനം എത്തുന്നത്? ഇവിടെയും വേറൊരു ഇവിടെയും
മിക്കയിടത്തും ജനങ്ങൾ ശക്തമായി പ്രതിഷേധിച്ചു തുടങ്ങി. ഭക്ഷ്യവകുപ്പിനും സിവിൽ സപ്ലൈസ് കോർപ്പറേഷനും ഈ പ്രതിഷേധം താങ്ങാവുന്നതിലും അപ്പുറമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തടക്കം ഇതൊക്കെ ചർച്ചയാകുമെന്നും ഉറപ്പ്. കേരളത്തിന്റെ നട്ടെല്ലായ നെൽ കർഷകർക്ക് സംരക്ഷണമൊരുക്കാനും സ്വകാര്യ മില്ലുകളുടെ ചൂഷണം ഒഴിവാക്കാനുമാണ് സപ്ലൈകോ നേരിട്ട് നെല്ലു സംഭരണം ഏറ്റെടുത്തത്. ആദ്യഘട്ടത്തിൽ കർഷകർക്ക് ആശ്വാസകരമായ ഇടപെടലുകൾ നടത്തിയ സ്ഥാപനം പിന്നീട് അവരെ കൈയൊഴിയുകയായിരുന്നു. ഏറ്റെടുക്കുന്ന നെല്ലിന് പണം നൽകുന്നില്ല. നെൽ കർഷകരുടെ ദുരിതത്തിന് സപ്ലൈകോയ്ക്കും ഉത്തരവാദിത്തമുണ്ട്. ബജറ്റ് വിഹിതത്തിന്റെ പേരിൽ തർക്കിക്കുന്ന മന്ത്രിമാർ നമ്മുടെ പൊതുവിതരണ സ്റ്റോറുകളിൽ ഒന്ന് പോയി നോക്കണം. എന്താണ് അവിടുത്തെ കാഴ്ചയെന്ന്, ജനങ്ങളുടെ ദുരിതമെന്തെന്ന് അവിടെ ചെന്നാൽ കാണാം. കിട്ടിയില്ലെന്നും കൊടുത്തെന്നും തർക്കിക്കുന്നവർ സപ്ലൈകോയുടെ ഉത്തരവാദിത്തത്തിൽ നിന്നും കൈയൊഴിയാൻ ഒരിക്കലുമാവില്ല. ഡി ന്യൂസ് ഇവിടെ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം. ഈ പരിപാടി പുതുശ്ശേരി